ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മലയാളി ഫ്രം തൃശൂർ. അപ്പോ ഇന്നത്തെ ചൂടേറിയ വിഷയം വേറൊന്നുമല്ല, എമ്പുരാൻ തന്നെയാണ്. നേരത്തെ നമ്മൾ ചാനലിൽ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. ഇന്നാണ് സിനിമ കണ്ടത്. യാതൊരു മുൻവിധിയും ഇല്ലാതെയാണ് സിനിമയ്ക്ക് പോയത്. ഞാൻ വേറെ റിവ്യൂസ് കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല. താരാരാധനയ്ക്ക് മേലെ സത്യസന്ധമായ സിനിമയെ ഒരു കലയായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ മുൻകൂട്ടി പറയാണ്, സ്പോയിലേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ കണ്ടന്റിലേക്ക് കടക്കാം. 3 മണിക്കൂർ കൊണ്ട് ഒരു മിനി വേൾഡ് ടൂർ നടത്തിയ പ്രതീതിയായിരുന്നു. പക്ഷെ ആദ്യത്തെ സീനിൽ തന്നെ കല്ലുവടിയായിരുന്നു. ഒരു ആർമി അറ്റാക്ക് ആയിരുന്നു. അതിനകത്തൊരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ആണ്. ഒരു ടാക്ടിക്സും ഇല്ലാതെ, ഒരു ലോജിക്കും ഇല്ലാതെ, സേഫ്റ്റി ഗോഗിൾസിന് സൺഗ്ലാസസ് ഒക്കെ ഒരു മിലിറ്ററി അറ്റാക്കിൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സീൻ. അപ്പൊ ആ ഒരു ചെറിയൊരു കല്ലുകടിക്ക് ശേഷം വന്ന സീൻ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ്ലെ ഇവന്റ് ആണ്, ഒരു ഹിന്ദു മുസ്ലിം റയറ്റ്. അതിന്റെ ഒരു ഭീകരത നല്ല രീതിയിൽ തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പൃഥ്വിരാജ് എന്ന കഥാപാത്രത്തിന്റെ സ്റ്റോറി നമുക്ക് അവിടെ ക്ലിക്കാവും. പിന്നെ അവിടുത്തെ വില്ലൻ അഭിമന്യു സിംഗ്, അന്ന് ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞ കാര്യം അച്ചട്ടായെന്നതില് ചാരിതാർത്ഥ്യമുണ്ട്. കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ബൈ എന്റെ മാത്രം തോന്നലാണോ എന്നറിയില്ല, ഈ ചങ്ങാതിനെ നമ്മുടെ അഫ്ഗാൻ ക്രിക്കറ്റർ റാഷിദ് ഖാന്റെ ചെറിയൊരു കട്ടുണ്ട് കേട്ടോ, ഇല്ലേ? ഇനി പിന്നെ ഇവിടുന്ന് ഒരു ചൈനീസ് സ്പൈ സാറ്റലൈറ്റ് കാണിക്കുന്നു, നെടുമ്പള്ളി കാണിക്കുന്നു, പിന്നെ സെനഗലിലെ ഒരു പോർട്ട് കാണിക്കുന്നു, ലണ്ടനിലെ MI6 ഒരു സെന്റർ കാണിക്കുന്നു, വെസ്റ്റ് ആഫ്രിക്കയിലെ ഘാന കാണിക്കുന്നു. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെഹിക്കിൾസ് ഇഷ്ടപ്പെടുന്ന, കാർസ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ മെയ്ഡ് വെഹിക്കിൾസിന്റെ ഒരു അതിപ്രസരം തന്നെ ത്രൂ ഔട്ട് മൂവിയിലുണ്ട്. ഞാൻ മാക്സിമം ഈ പറയുന്ന സ്പോയിലേഴ്സ് കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു ടാക്സി, ഒരു ഫസ്റ്റ് കുറച്ച് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് വെഹിക്കിൾ ഹിറ്റ് ആവുമ്പോ തന്നെ ബാക്കി ട്രെയിലിംഗ് വെഹിക്കിൾസ് എന്നുള്ള ആളുകളെല്ലാം പുറത്തിറങ്ങി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 2 സൈഡിൽ നിന്ന് 2 ഹെലികോപ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ചിരുന്ന ഇതാണ്, വൈ ദ ഹെക്ക് എവ്രിവൺ ഈസ് ഗെറ്റിംഗ് ഔട്ട് വെൻ വൺ വെഹിക്കിൾ ഈസ് ഹിറ്റ് ആൻഡ് സ്റ്റെയേഴ്സ് അറ്റ് ദ ഹെലികോപ്റ്റേഴ്സ്. അത് വോർ മെഷീൻസ് ആണ് ബേസിക്കലി. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് H-64 അപ്പാച്ചെ ഹെലികോപ്റ്റർ ആണ്. വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് അറ്റാക്ക് മെഷീൻസ് വിച്ച് ഇസ് കസ്റ്റമൈസ്ഡ് സ്പെഷ്യലി ഫോർ എംപുരാൻ. എംപുരാന് വേണ്ടി കസ്റ്റം ബിൽറ്റ് ആയിട്ടുള്ള H-64 അപ്പാച്ചെ ഹെലികോപ്റ്റർ ആണത്. ഓക്കെ, പിന്നെ അവിടെ കാണിക്കുന്ന സെനഗലിന്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ കൂളാണ്. പിന്നെ ലാലേട്ടന്റെ എൻട്രി ആണ്, ഒരു കിഡിലൻ മ്യൂസിക്കൽ ബീറ്റ് ഡ്യൂറിങ് ലാലേട്ടൻസ് എൻട്രി. പക്ഷെ ഒരു സംഭവം ഉള്ളത്, എപ്പോഴൊക്കെ ലാലേട്ടൻ വരുന്നുണ്ടോ സ്ക്രീനിൽ അപ്പോഴൊക്കെ സ്ലോ മോഷനും BGM ആണ്. പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ലാലേട്ടനും മാത്രമല്ല രാജുവേട്ടനും അത് മാത്രമേ ഉള്ളൂ BGM-ഉം സ്ലോമോയും. ഈ സ്ലോമോ മൊത്തം എടുത്തു കളഞ്ഞാൽ തന്നെ പടം ഒരു 1.5 മണിക്കൂറേ കാണും. അത് ഞാൻ കുറച്ച് അതിശയോക്തി പറഞ്ഞതാണ്, 2 മണിക്കൂർ കാണുമായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പടം ഒരു സിഗ്നേച്ചർ ലീവ് ചെയ്യുന്നില്ല. ലൈക്ക് സ്റ്റണ്ട്, സ്റ്റൈല്, ഡയലോഗ് ലൈക്ക് വട എന്ന് പറയില്ലേ ലാലേട്ടൻ, അമ്മ അതിലൊരു സിഗ്നേച്ചർ ഒന്നും ലീവ് ചെയ്തിട്ടല്ല പടം അവസാനിപ്പിക്കുന്നത്. പക്ഷെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ടാണ് ചിത്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. ബീഹാറിനെയും മഹാരാഷ്ട്രയെയും പുതുച്ചേരിയും നാഗാലാൻഡിനെയും മേഘാലയയെയും അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും എല്ലാം ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞതിന് പുറകിലെ ലോജിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ടോവിനോ മഞ്ജു വാര്യർ ആക്ടിങ്, ഡയലോഗ് ഡെലിവറി ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. പിന്നെ മഞ്ജു വാര്യർ സാരീസ്, ഐ റിയലി ലവ്ഡ് ദോസ്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് വാസ് റിയലി വെരി കൂൾ. സീരിയസ് ആയിട്ട് തന്നെ, കോമഡിക്ക് കോമഡി ആയിട്ട് തന്നെ. സിനിമ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവരൊക്കെ സംസാരിക്കുന്ന കേട്ടുമല്ലോ, അങ്ങനെ കേട്ടൊരു ഡയലോഗാണ്, കുമ്മനത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാസ്റ്റിംഗ് ആയി പോയി എന്ന്. ഓക്കെ, എന്റെ അഭിപ്രായം അല്ലേ? ഓക്കെ, ഇനി ലാലേട്ടന്റെ താടി മിശക്ക് നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ചില ഡയലോഗുകൾ വേറെ സിനിമകളിലെ ഡയലോഗ്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണ് മൂടിക്കെട്ടി ദിശ അറിയാതെ സഞ്ചരിക്കണം. അത് ഏതോ ഒരു പിന്നെ സിമിലർ ആയിട്ടുള്ള ഡയലോഗ് ഞാൻ കേട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത് കേട്ടോ. പിന്നെ ലാലേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സീനുണ്ട്, അതിനകത്ത് ലാലേട്ടന്റെ ഷെയ്ഡ്സിനകത്തുള്ള ഒരു ക്യാമറയുടെ ഒരു ആംഗിൾ, ദാറ്റ് വാസ് വണ്ടർഫുൾ. ആ വർക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഇടയ്ക്കൊരു സീനിൽ ഡൊണാൾഡ് ട്രംപിനെയൊക്കെ കാണിക്കുന്നുണ്ട് ഒരു TVക്കകത്ത്, നമ്മുടെ ഗോവർദ്ധൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലീവ് ഇറ്റ്. പിന്നെ ഒരു സീനിനകത്ത് മഞ്ജു വാര്യർ റെസ്ക്യൂ ചെയ്യുന്നതിന് കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്. അയ്യോ, ഭയങ്കര ഓവറായിപ്പോയി.
അത് കഴിഞ്ഞിട്ടുള്ള മാസായിട്ടുള്ള ലാലേട്ടന്റെ ഒരു എൻട്രി ഉണ്ട്. ലാലേട്ടന്റെ സ്വതസിദ്ധമായിട്ടുള്ള മാനറിസംസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. ആ കോട്ടും സൂട്ടും ഒക്കെ മാറ്റി കറുത്ത ഷർട്ടും മുണ്ടൊക്കെ മുണ്ടങ്ങ് മടക്കി കുത്തി വരുന്ന ലാലേട്ടൻ എന്ന് പറഞ്ഞ മലയാളികൾക്കെല്ലാം ഒരു ഹരം തന്നെയാണ്. അതിനി ഒരിക്കലും മാറാനും പോയില്ല. പക്ഷെ പുതുതായി ഒന്നും ഇല്ലാത്തത് വല്ലാത്തൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. ഓക്കെ, ഡിസപ്പോയിന്റഡ് ആയി എന്ന് തന്നെ പറഞ്ഞോട്ടെ. പിന്നെ ഈ സിനിമയിലെ BGM പ്ലസ് സോങ് വേറൊരു ലെവലാണ് കേട്ടോ. മോഹൻലാൽ ഇപ്പൊ ഏകദേശം ഒരു 150 മുകളിൽ സിനിമകളിൽ അഭിനയിച്ചു കാണും. ഈ വരുന്ന മെയ് 21 ലാലേട്ടന്റെ 65ാമത്തെ പിറന്നാളാണ്. കാരണം അതിന്റെ പേര് നെക്സ്റ്റ് ഡേ എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത്. പിന്നെ L എന്ന് കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് കുരിച്ച് തകർന്നു വീഴുന്നു, L ഷേപ്പില് കത്തി നിൽക്കുന്ന മരം ഒടിഞ്ഞു വീഴുന്നു, L ഷേപ്പില്, അതൊക്കെ എന്താ പറയാ, കുറച്ച് ഓവറായി പോയി എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. പൃഥ്വിരാജിന്റെ ആക്ച്വൽ എൻട്രിക്ക് മുന്നേ പൃഥ്വിരാജിന്റെ ഒരു വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു എൻട്രി ഉണ്ട്. സ്ലോമോ ആണ് യൂഷ്വലി, പക്ഷെ അന്നേരത്തെ ഒരു കോർഡിനേഷൻ, ആ ഒരു അറ്റാക്കിനകത്തുള്ള കോർഡിനേഷൻ, അത് ഒരു വൺ ടീം വർക്ക് ആയി പോയിട്ടോ. പിന്നെ നമ്മുടെ പഴയ പള്ളിയിൽ അച്ഛനുണ്ടല്ലോ, ലൂസിഫറിലുണ്ടായിരുന്നു, ചങ്ങാതിനെ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. എസ്തപ്പാനെ നീ ഇവിടെ എങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് ചോദിക്കുമ്പോ ഞെട്ടാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജന്മം എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ലാലേട്ടനെ വെച്ച് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനായിട്ട് പൃഥ്വിരാജിന് അറിയാം. പൃഥ്വിരാജ് ഈസ് ഹി ട്രൈയിങ് ടു ഗെറ്റ് ദ ലെഗസി ഓഫ് മോഹൻലാൽ. അതായത് അബ്രാം ഖുറേഷി എന്നും മോഹൻലാൽ തന്റെ പേര് പറയുന്നു. അപ്പൊ ഒരു സിമിലർ സിറ്റുവേഷൻ വരുമ്പോ പൃഥ്വിരാജ് സയ്യിദ് മസ്ദൂർ എന്ന് പറയുന്നു. എല്ലാം കോപ്പി പേസ്റ്റ് ആണ് ലാലേട്ടന്റെ മാനറിസംസ് എല്ലാം. പിന്നെ എനിക്ക് വല്ലാതെ അങ്ങ് ആഴത്തിൽ ഉള്ളിൽ കൊണ്ടൊരു ഡയലോഗ് ഉണ്ട്, റഹ്മത്ത് സേ ജോ ഖുഷ് വോ ഖുദ, ബദ്ല സേ ജോ ഖുഷ് വോ ഇൻസാൻ. പടം കാണും കേട്ടോ, അർത്ഥം മനസ്സിലാവും. പിന്നെ മുന്ന എന്ന പേരിലൊരു റോള് ചെയ്യുന്നത് ഒരു സുകാന്ത് ഗോയൽ ആണ്. ചങ്ങാതിനെ കാണുമ്പോൾ നമുക്കൊരു നവാസുദ്ദീൻ സിദ്ദിഖിയുടെ ഒരു ഫീല് വരും. പിന്നെ നേരത്തെ മലയാളത്തിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള പണി എന്ന് പറയുന്ന സിനിമയിലെ ജോജു ജോർജിന്റെ ഒരു റിവഞ്ച് കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്. അതുപോലെ ആയിപ്പോയി മുന്നോട്ടുള്ള റിവഞ്ച്. അതാണ് ഒരു ഫീൽ കിട്ടിയത്. ഡെത്ത് വാസ് ജസ്റ്റ് ലൈക്ക് ദ ക്ലൈമാക്സ് ഇൻ പണി മൂവി. പിന്നെ പൃഥ്വിരാജും മോഹൻലാലും കൂടിയുള്ള ഡ്യുവോ ഫൈറ്റ് എന്ന് പറയുന്നത് ജില്ലാ മൂവിക്കകത്തുള്ള പിന്നെ വിജയും മോഹൻലാലും കൂടിയുള്ള ഒരു ഫൈറ്റ് സീനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലാലേട്ടന്റെ ബർത്ത്ഡേ വരുന്നത് ഈ മെയ്യിൽ, ഇനി 65 ഇയേഴ്സ് ഓൾഡ് ആവുന്നു. ലാലേട്ടൻ ആ ഫൈറ്റ് സീൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു വഴക്കം. പക്ഷെ പൃഥ്വിരാജ് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആക്ഷൻ സീൻസ് ചെയ്യുന്നത്. സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ചിലപ്പോ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അതങ്ങ് എത്ര ചേഞ്ചസ് വരുത്തി, എങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ള വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എഫക്ട് ആയിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. പൃഥ്വിരാജിന്റെ പാസ്റ്റ് നമ്മള് ഈ പറയുന്ന ലൂസിഫർ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോ, മനസ്സിലാക്കുമ്പോ, ലാലേട്ടന്റെ പാസ്റ്റ് ഇനിയും റിവീൽ ചെയ്തിട്ടില്ല. അതായിരിക്കും ഇനി തേർഡ് പാർട്ടിൽ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ ഓർത്തു, ഞാൻ റിവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല, ഇവരുടെ ഇന്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. സോ I was not so sure that there will be a third part. I thought they will be completing the entire movie by the second part. പക്ഷെ എനിക്ക് മനസ്സിലായത് എന്താണ്, ഒരു തേർഡ് പാർട്ട് കാണും. സോ ശിവ ട്രിലോജി ഇപ്പൊ എല്ലാത്തിനും എന്താ പറയാ, 2 പാർട്ടിന് വരെ ഇപ്പൊ ട്രിലോജി ആണല്ലോ എല്ലാത്തിനും. 3ാമത്തെ ഭാഗം എന്ന് റിലീസ് ആവും, എന്താണ് കാര്യങ്ങൾ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം, അതിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് മിക്കവാറും കുട്ടി മോഹൻലാലായിട്ട് പ്രണവ് മോഹൻലാലിനെ ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ കണ്ടതാണല്ലോ ബറോസിനകത്ത് കുട്ടി മോഹൻലാലിന്റെ റോള് ചെയ്തത് പ്രണവ് മോഹൻലാൽ തന്നെയാണ്. ബൈ ദ എൻഡ് ഓഫ് ദ ഫിലിം നമുക്ക് 2 കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്ന്, ലാലേട്ടന്റെ ഫ്ലാഷ് ബാക്ക്. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് പുതിയൊരു വില്ലൻ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, അതിനകത്ത് വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ആരാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അപ്പോ ഈ പറയുന്ന സോക്കോൾഡ് വില്ലന്റെ ആരാണ് ആളെന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ചങ്ങാതിയുടെ പോർട്രേയില് ആക്ച്വലി ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനകത്ത് ഫിലിമിന്റെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സക്സസിനും അതുപോലെ തന്നെ മോഡിഫൈഡ് ജാപ്പനീസ് കോമ്പാക്ട്സ് അമേരിക്കൻ പോപ്പുലർ കൾച്ചറിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയാണ് സിനിമയുടെ വിശേഷങ്ങൾ. വൺ ടൈം വാച്ചബിൾ ആണ്. ഇപ്പൊ വെക്കേഷൻ ഒക്കെയാണ്, നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് വെച്ചാല് ആദ്യത്തെ കുറച്ച് വയലൻസ്
പൊട്ടിത്തെറികളും വയലൻസും ഒക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വളരെ ഇംപ്രസീവായി ചെയ്തിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദു മുസ്ലിം റൈറ്റ് ആണ്. അത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു ഈ ഹിന്ദു മുസ്ലിം റൈറ്റ് നടന്നതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു സീനും കൂടെ വരുന്നുണ്ട്. അതും കൂടെ കുറച്ചൊരു വയലൻസ് ചെറുതായി ഒന്ന് ഫീൽ ചെയ്യും നമുക്ക്. ബാക്കിയുള്ളതെല്ലാം നോർമലാണ്. എന്നാലും മൊത്തത്തിലെ പടം പറയുവാണെങ്കിൽ എന്നെ നിരാശപ്പെടുത്തി എന്ന് തന്നെ ഞാൻ തുറന്നു പറയുവാണ്. വൺ ടൈം വാച്ചബിൾ ആണ്. പിന്നെ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോവുക, അത്ര തന്നെ. മ്യൂസിക് ഔട്ട്സ്റ്റാൻഡിങ്. ദീപക് ദേവ് ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് വർക്ക്. അപ്പൊ സിനിമ കണ്ടവർ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിയോജിപ്പുള്ളത് എന്ന് കമന്റ് ബോക്സിൽ എന്തായാലും വന്ന് പറയണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഫോർ ദിസ് കൈൻഡ് ഓഫ് വീഡിയോസ്. അപ്പോ സൈനിങ് ഓഫ്, മലയാളി ഫ്രം തൃശൂർ. സീ യു ഇൻ അനദർ വീഡിയോ.